ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കറൻ്റ് മൂന്നാറാണുള്ളത്. മൂന്നാർ കിടിലൻ ക്ലൈമറ്റ് ആട്ടോ. നമ്മൾ ഇപ്പോൾ ആക്ച്വലി ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പോവുകയാണ്, മാങ്കുളത്താണ്. പോകുന്ന വഴിക്ക് മൂന്നാർ നമ്മൾ എവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേക്ക്. സ്റ്റേയുടെ വീഡിയോ അടുത്തായിട്ട് വരും. അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ മൂന്നാർ ടൗൺ, ഓൾഡ് മൂന്നാർ ടൗൺ എന്ന് പറയും. ഇവിടെയാണ് KSRTC ബസ് സ്റ്റാൻഡും പെട്രോൾ പമ്പൊക്കെ ഉള്ളത്. പുതിയ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട് സ്റ്റേഷനകത്ത്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച് വരുന്നത് കേട്ടോ. അതിങ്ങോട്ടാണ്. ഇതുവഴി തന്നെയാണ് നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന റൂട്ട്. ഇവിടെ തുടക്കം റോഡ് ഇത്തിരി മോശമാണ്. തുടക്കം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് റോഡ് മോശമാണ്. അപ്പം പ്രശ്നമൊന്നുമില്ല, ടാറൊക്കെ ഇളകി കിടക്കുക. ചിക്കൻ ബിരിയാണി ദം ബിരിയാണിയാണ് കഴിച്ചത്. ക്വാണ്ടിറ്റി ലേശം കുറവായിട്ട് പോലെ തോന്നി. ഞങ്ങൾ രണ്ടുപേർക്ക് ഓർഡർ ചെയ്തോളൂ. ഞങ്ങൾ മോനും കൂടെ, ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്തു. പക്ഷേ ആക്ച്വലി ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് അടുത്തുനിന്ന് കഴിച്ചായിരുന്നു. വെച്ച് നോക്കുമ്പോൾ നല്ല കിടിലൻ ബിരിയാണിയായിരുന്നു. നല്ല മസാലയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ദം ബിരിയാണി, മലബാർ ടൈപ്പാണ്. ചെറിയ അരിയുടെ ബിരിയാണിയാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നിനക്കിഷ്ടപ്പെട്ടില്ലേ? അപ്പം എന്തായാലും കൊള്ളാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ ഉള്ള, എനിക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ടൈപ്പുള്ള ഒരു ബിരിയാണിയാണ്. അതും ചെറിയ അരിയുടെ ബിരിയാണി. അപ്പോൾ എന്തായാലും മൂന്നാറിൽ നിന്ന് വന്നുമ്പോൾ എനിക്കൊന്ന് കുറച്ച് കഴിക്കാനായിട്ട് അധികം ഓപ്ഷൻസൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഒരു അലിബാബ. വേറെ ഇത്രയും ഓപ്ഷൻസ് ഉള്ള വേറെ അറബിക് റെസ്റ്റോറൻറ്റ് വേറെ ഉണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ മുമ്പിൽ ഒരെണ്ണം ഉണ്ട്. അത് പക്ഷേ എങ്ങനെ ഉണ്ടെന്ന് എനിക്കല്ലേ. ഇവിടെ നിന്ന് മുമ്പും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.